ഹലോ. അപ്പോൾ ഇന്ന് ഒരു രാവിലത്തെ കാര്യം മാത്രമില്ല കേട്ടോ, അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബാക്കി ഉച്ചക്കത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കുന്നതും പിന്നെ ഒരു 10 മണിക്ക് ശേഷം ഉള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ ഇന്ന് കോവയ്ക്ക ഉപ്പേരിയാണ്. കോവയ്ക്ക ഉപ്പേരിയും അപ്പോൾ സാമ്പാർ രാവിലെ ആക്കി വെച്ച സാമ്പാർ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ ഇഡലിയായിരുന്നു. അപ്പോൾ ഇഡലിയുടെ കൂടെ ആക്കിയ സാമ്പാറുണ്ട്. പിന്നെ അതുകൂടാതെ ഈ കോവയ്ക്ക ഉപ്പേരിയും പിന്നെ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം മീൻ പൊരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. മീൻ കറിയാക്കിയെങ്കിൽ ആ സാമ്പാർ അവിടെ ബാക്കിയാവും. അപ്പോൾ അതാരും കൂട്ടൂല മീൻ കറിയാക്കിയെങ്കിൽ. അപ്പോൾ ഞാൻ മീൻ പൊരിക്കാമെന്ന്. അപ്പോൾ ഫുള്ള് മീനെടുത്ത് പൊരിക്കുന്നില്ല, പകുതി മീനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് മൊത്തം തൊല്ലിയിട്ട് ഇന്ന് ആവില്ല കേട്ടോ. അതായത് ഇതിൻ്റെ തോല് കളഞ്ഞെടുക്കുമ്പോൾ കുറച്ച് പണിയുണ്ട്. വലുതാണെങ്കിൽ വേഗമാവും, പക്ഷേ ഇത് ചെറുതായതുകൊണ്ട് നമുക്ക് തോല് കളഞ്ഞെടുക്കാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഷിറ്റുവിനെ ഉറക്കിയിട്ടാണ് ഞാൻ മീൻ മുറിക്കാൻ വന്നത്. കാരണം അവനെ കൊണ്ട് വന്നാൽ അവൻ ഉമ്മി എന്ന് പറഞ്ഞിട്ട് ഫുള്ള് അളിച്ച് വാരി നാശവശാക്കും. അപ്പോൾ അവൻ ഉറങ്ങാത്ത സമയത്ത് ഞാൻ ഇവിടെ തന്നെ നിർത്തിയിട്ട് മീൻ മുറിക്കും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവൻ കൈയിട്ടൊക്കെ വാരും. പിന്നെ ലാസ്റ്റ് കുളിപ്പിച്ചെടുക്കലാണ് പതിവ്. പിന്നെ വേറെ എന്താ ചെയ്യുക, വേറെ നിവർത്തിയില്ലല്ലോ. അപ്പോൾ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഈ മീൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ദേഷ്യം വരും. ഇത് ആക്കി കഴിക്കാൻ നല്ല രസമുണ്ടെന്നെങ്കിലും ഈ ആക്കേണ്ട ബുദ്ധിമുട്ട് ഓർത്തിട്ട് ദേഷ്യം വരും. നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് റെഡിയായി നിൽക്കുമ്പോൾ കുളിച്ചിട്ടെല്ലാം കഴിഞ്ഞൊന്ന് ഫ്രീ ആയി നിൽക്കുമ്പോഴത്തേക്ക് മീൻ കൊണ്ടുവന്നാൽ ദേഷ്യം വരുമല്ലോ. അങ്ങനെ ഞാനും ഷിട്ടും ചോറും കറിയൊക്കെ ആക്കി നമ്മൾ ചോറ് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഗീശയുടെ വന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ മേടിച്ചിട്ട് വന്നതാ, തിന്നാനൊന്നും ഇല്ലേ? എന്തെന്ന് ബിസ്ക്കറ്റ് ആർക്ക് വേണം? ഇതാ പിന്നെ നമ്മൾ ചായ വെച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് ഈ ബെണ്ണ ഒരു ടേസ്റ്റും ഇല്ല. അതെന്തെന്നാ ബെണ്ണാണോ അതെന്തെന്നാ അതിൻ്റെ പേരെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മളിവിടെ അങ്ങനെ വാങ്ങിക്കൽ കുറവാണ് ആ സാധനം. ഒരിക്കൽ വാങ്ങിച്ചിന് അന്നേരം തിന്നിട്ടും ഇല്ലാരും. അപ്പോൾ ചായയും കുടിച്ച് നമ്മൾ മേലേക്ക് പോയി. അപ്പോൾ ഷിറ്റ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് മേലെ വീട്ടിലേക്ക് പോയത്. കാരണം എന്താ വെച്ചാൽ വണ്ടി സ്റ്റാർട്ടാകുമ്പോഴേ കരയാൻ തുടങ്ങിയതാണ്. അപ്പോൾ പിന്നെ ആ കൂടെ തന്നെ കയറി നമ്മൾ മീത്ത വീട്ടിലിറങ്ങി. അങ്ങനെ അവിടെ എത്തുമ്പോഴത്തേക്ക് സംഭവം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞൂട്ടം കുറച്ച് മറ്റേ നെല്ല് പാകി ഞാറ് നട്ടു അല്ലേ, എനിക്കത് പറയാനൊന്നും അറിയത്തില്ല. അപ്പം ഞാറ് നട്ടു. പിന്നെ എന്നിട്ടത് നെല്ലായി പിടിച്ചു കേട്ടോ. അതിൽ നെല്ല് പിടിച്ച് നല്ല മൂത്ത് പാകമായിട്ട് നല്ല വിളഞ്ഞു. അന്നേരം ഇപ്പോൾ ഇത് പറിച്ചിട്ട് അത് കൊയ്തിട്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളെങ്കിലും അവരെന്നെ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷം കാണുമ്പോൾ. അപ്പോൾ ഇതിനെ ഇങ്ങനെ ചവിട്ടി മെതിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഈശ്വരൻ്റെ ഏട്ടനാണ്. അപ്പോൾ ചേട്ടൻ പറയുന്നത് എന്താ വെച്ചാലേ, പിന്നെ ഇത് പണ്ട് ഇവർ സ്കൂൾ വിട്ട് വന്നിട്ടാകുമ്പോൾ എല്ലാം ചെയ്യുന്ന പണിയാണെന്ന് പോലും അത് അവർ പറയുന്നതിന് ഇടയ്ക്ക് ഞാൻ കേട്ടതാണ് കേട്ടോ. അത് ശരിയാണെന്ന് അറിയത്തില്ല. അപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ടാകുമ്പോൾ ഇങ്ങനത്തെ പണികളെല്ലാം ഉണ്ടാവുന്ന ആൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ അമ്മയും വന്നു. പിന്നെ അത് മെതിച്ചിട്ട് അതിൻ്റെ മറ്റേ കറ്റയുണ്ടല്ലോ, അതിൻ്റെ ബാക്കിയുള്ള വേസ്റ്റ് ആ പുല്ല് അതുകൊണ്ട് കളഞ്ഞു. എന്നിട്ട് ഈ ഒരു നെല്ല് അതിനെ പേറ്റുന്നുണ്ട് കേട്ടോ, തടുപ്പയിലിട്ടിട്ട്. നമ്മൾ തടുപ്പാമുറ എന്നല്ല പറയൽ, ഓരോ സ്ഥലത്ത് ഓരോന്നായിരിക്കുമല്ലോ പറയുന്നത്. അപ്പം ഇങ്ങോട്ടേക്ക് തടുപ്പാമുറന്ന് പറയൽ. തടുപ്പയിലിട്ടിട്ട് അത് നന്നായിട്ട് ചേറണം, അതായത് ഇങ്ങനെ പേറ്റണം. അപ്പോൾ ആ ചേറുമ്പോൾ അതിനകത്ത് ഈ മോശം അതിൻ്റെ ഇതെല്ലാം പോവും അതിൽ. അപ്പോൾ നല്ലത് മാത്രം അതിലുണ്ടാവും. പിന്നെ ഭയങ്കര ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ല എനിക്ക്. പിന്നെ ഞാൻ കണ്ടത് വെച്ച് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലോണം പേറ്റി പെറുക്കിയിട്ട് അതിൽ നെല്ല് മാത്രം എടുത്ത് വെക്കും. പക്ഷേ ഈ നെല്ല് ഇപ്പം ആവശ്യമുള്ളത് എപ്പോഴാണെന്ന് വെച്ചാൽ ഗണപതി ഹോമത്തിന് ഇങ്ങനെ നെല്ല് അത്യാവശ്യമാണല്ലോ. അപ്പോൾ സ്വന്തമായിട്ട് കുറച്ച് ഉൽപ്പാദിപ്പിച്ച് വെക്കുന്നതൊക്കെ നല്ലതായിരിക്കും കേട്ടോ. ചാണകം ഒഴിക്കണോ? ഇത് മറ്റേ തടുപ്പയാണ്. ഈ തടുപ്പാന്ന് പറഞ്ഞാൽ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ തടുപ്പയല്ലല്ലോ, നമ്മൾ മറ്റേ ഉണ്ടാക്കുന്ന തടുപ്പുണ്ടല്ലോ. അതിൽ ചാണകം തേച്ച് വെച്ചത് എന്തെന്ന് ഞാൻ ചോദിച്ചത്. അപ്പോൾ അത് ചാണകം തേച്ച് വെച്ചില്ലെങ്കിൽ അത് കുത്തൻ പിടിച്ച് പോകുന്ന മോശമായി പോകുന്ന പറയുന്നമ്മ. അപ്പോൾ പഴയ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവായിരിക്കുമല്ലോ. പിന്നെ അപ്പോൾ എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ ഇതില്ല. ഞാനിതെല്ലാം ആദ്യമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ കാരണം. അപ്പോൾ ഇങ്ങനെ ഓരോ വാലിയത്തിന്റെ ഒരു പിടിയെ വിത്ത് വാലിച്ചിട്ടുണ്ടാവില്ല.
തൊട്ടടുത്തോണ്ട് ഇറങ്ങിയിട്ട് പോകാൻ പോയാ എപ്പടി എനിക്ക് വേത്തിടുന്നു ഇനി അല്ല ഞാൻ വന്നിട്ട് ചവിട്ടാറിൽ വെച്ച് പോയി. ഇനി എന്തെങ്കിലും പേരുണ്ടാവും. നല്ല മണം നോക്കണം. നിശാഗന്ധി നല്ലത്. ഇവനെയും കൂട്ടിയിട്ട് ഇവിടെ വന്നാൽ ഇവന് ഗേറ്റ് തുറന്ന് നേരെ പോകണം കേട്ടോ. പോകുന്നത് അങ്ങ് വരെ പോകും, ഒരു പേടിയില്ല. അതുകൊണ്ട് ഞാൻ വന്ന പാടെ ഗേറ്റ് കൂട്ടിയത്. ഇനിയിപ്പം ഇപ്പോഴേ തുറക്കൂലേ, ഞാൻ പോകുമ്പോഴേ തുറക്കുള്ളൂ. അപ്പോൾ ഇവനൊട്ടും മോശമൊന്നുമില്ല കേട്ടോ. ഇവൻ്റെ ഏട്ടനൊട്ടും മോശമല്ല. ഗേറ്റിന് മണ്ടയ്ക്ക് വലിഞ്ഞ് കയറുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അമ്പു നേരത്തെ ഗേറ്റ് ചാടി പോകുന്നത് ഇവൻ കണ്ടു. അപ്പോൾ ഇവന് അങ്ങനത്തെ ഒക്കെ വേഗം ഒരിക്കൽ കാണിച്ചു കൊടുത്താൽ മതി, പിന്നെ ബാക്കി തന്നെത്താനെ ചെയ്തോളും. അപ്പോഴത്തേക്ക് അമ്പു ഇവിടുന്ന് പേരയ്ക്കാൻ മറിച്ചുകൊണ്ടൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.